ദൈവത്തിൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ആദരവും പറയുന്നു. നിങ്ങൾ ക്രിസ്തുവിൽ ധന്യരായിരിക്കട്ടെ, അനുഗ്രഹീതരായിരിക്കട്ടെ. നമ്മളിന്ന് യൂദായുടെ ലേഖന പഠനത്തിൽ 14-15 വാക്യങ്ങളെ വായിച്ചു ശ്രദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദീർഘമായ സമയങ്ങൾ നമ്മൾ ഇതിന് ചെലവഴിക്കേണ്ടി വന്നു. കാരണം 12-13 വാക്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ 5 ഭാഗങ്ങളെ അവയെ ഒരുമിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ അവയെ ഗ്രഹിപ്പാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടൊരല്പം സമയം നീണ്ടുപോയി. ഇന്ന് വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. 14-15 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കയറുകയാണ്. സാധാരണമായി ചോദിക്കാവുന്ന ഒരു സംശയം, ഇതാരാണ് ഈ ഹാനോക്ക് എന്ന പ്രവാചകൻ? നമുക്കപ്പോൾ ഉൽപ്പത്തി പുസ്തകം എടുത്താൽ കറക്റ്റായിട്ട് അതിൻ്റെ റൂട്ട് കിട്ടും. അത് ഹാനോക്ക്, ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കാണ്. എണ്ണി 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 വരുമ്പോൾ കറക്റ്റ് ഏഴാമനാണ്. അപ്പോൾ അടുത്ത ചോദ്യം വരും, ഹാനോക്കിൻ്റെ പ്രവചനം എവിടെ എഴുതപ്പെട്ടിരിക്കുന്നു? അടുത്ത ചോദ്യം, അങ്ങനെയെങ്കിൽ ഹാനോക്കിൻ്റെ പ്രവചന പുസ്തകം എവിടെ? ഉത്തരം വളരെ ലളിതമാണ്. ഹാനോക്കിൻ്റെ പുസ്തകം എന്നൊരു പുസ്തകം യഹൂദ്യന്മാരുടെ ഇടയിൽ കാലങ്ങളിൽ പരമ്പരാഗതമായി ഉണ്ടായിരുന്നു. ഇന്നും അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ അത് ഹാനോക്കിൻ്റെ പുസ്തകമെന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ട്. പക്ഷേ അത് പൂർണ്ണമായി ഒതൻറ്റിക്കേറ്റഡായി, അതിനെ വാസ്തവികതയുടെ നിറവോടുകൂടെ ആ പുസ്തകത്തെ ലഭിക്കാത്തത് കൊണ്ടാണ് അത് ആധികാരികമായി എടുക്കാത്തത്. അതിൻ്റെ ആധികാരികത ലഭ്യമല്ല, അതിൻ്റെ വാസ്തവികതയും ലഭ്യമല്ല. അപ്പോൾ അക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പുസ്തകമായിരുന്നു ഹാനോക്കിൻ്റെ പുസ്തകം. യേശുവിൻ്റെ സഹോദരനായിരുന്നു ഈ യൂദ. യേശു തൻ്റെ അനുജന്മാരെ വളരെ വായനാശീലമുള്ളവരായി, വളരെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വളരെ ഉന്നമന ചിന്താഗതിയിലാണ് യേശു തൻ്റെ ഇളയ സഹോദരന്മാരെ വളർത്തിക്കൊണ്ടുവന്നത്. ഹാനോക്കിന് യൂദായ്ക്ക് വായനാശീലം ഉണ്ടായിരുന്നു. ആ വായനാശീലം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഹാനോക്കിൻ്റെ പുസ്തകത്തെക്കുറിച്ചൊന്നും അദ്ദേഹം പറയുകയില്ല. മാത്രമല്ല, ഇതിന് തൊട്ടു മുകളിലത്തെ വാക്യത്തിൽ ബഹിരാകാശത്തിലെ കാര്യം വരെ ഈ യൂദ പറയുന്നു. ഈ യൂദ ആരാന്നറിയാമോ? യേശുവിൻ്റെ സഹോദരനാ, ഒരാശാരി കുടുംബത്തിൽ വളർന്നവനാ. നസറത്ത് എന്ന കൊച്ചു ഗ്രാമത്തിൽ, ഗതി പിടിക്കാത്ത ഗ്രാമത്തിൽ വളർന്നവനാ. പക്ഷേ യൂദായുടെ നോളജ് കണ്ടോ? യേശുവിൻ്റെ കൂടെ നടന്ന യൂദായുടെ നോളജ്. ഇന്ന് ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ യൗവനക്കാർ കുഞ്ഞുങ്ങളോടൊക്കെ പറയുകയാണ്, ക്രിസ്ത്യാനിറ്റി, യേശു എന്ന് പറയുന്നത്, സ്തോത്രം, മനുഷ്യനെ മണ്ടനാക്കുന്ന മാർഗമല്ല, കർത്താവിൻ്റെ കൂടെ നടക്കുന്നവനെ ബുദ്ധിമാനാക്കുന്നതാണ്. അപ്പോൾ യേശുവിൻ്റെ സഹോദരനായ യൂദായിക്ക് ബഹിരാകാശത്തെക്കുറിച്ച് വരെ അറിവുണ്ടായിരുന്നു 2000 വർഷങ്ങൾക്ക് മുൻപ്. മീട്രോയിഡ്സിനെ കുറിച്ചും ആസ്ട്രോയിഡ്സിനെ കുറിച്ചും ഒക്കെ. ഇന്ന് നമ്മുടെ ഇടയിൽ എത്ര പേർക്ക് മീട്രോയിഡ്സിൻ്റെ ഡെഫിനിഷൻ, ആസ്ട്രോയിഡ്സിൻ്റെ ഡെഫിനിഷൻ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ഇനിയും നമ്മുടെ അടുക്കൽ ഒരു ഉപമ പറയാൻ പറഞ്ഞാൽ ഈ ബഹിരാകാശത്തെ ഉപമ നമ്മളിൽ എത്ര പേര് പറയുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഉപമ പറഞ്ഞാൽ ചാളയുടെയും അയലയുടെയൊക്കെ കഥ ചേർത്തായിരിക്കും നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അപ്പുറത്തെ മറിയാമ്മയുടെയും കറിയാച്ചൻ്റെയൊക്കെ. പക്ഷേ യൂദാസ്ലീഹ പറയുന്ന ഓരോ ഉപമയും കേട്ടോ, കയ്യിന്, ബിലയാമ്, കോരഹ്, ബഹിരാകാശം, സമുദ്രം, വലിയ വലിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ സഹോദരൻ യൂദ അത്രമാത്രം ഇൻ്റലക്ച്വലി ഹൈ ലെവലിലായിരുന്നു. അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ ഹാനോക്കിൻ്റെ പുസ്തകം അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ആ പരമ്പരാഗത അറിവിനകത്ത് പറയുകയാണ്. അപ്പോൾ ചോദിക്കാം, അതെന്തിനാ അങ്ങനെയൊക്കെ പറയാമോ എന്ന്. ഈ അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ, അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിലെ സുവിശേഷകന്മാരുടെ ലേഖനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അത് കാണുവാൻ കഴിയും.
ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ക്രേത്തർ സദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരുമാകുന്നുവെന്ന് അവരുടെ ഇടയിലെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നല്ലോ എന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ പൗലോസ് അവരുടെ ഈ ക്രേത്തരുടെ ഇടയിലെ ഒരു എഴുത്തുകാരൻ്റെ പുസ്തകത്തെ വായിച്ചിട്ട് ആ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം കോട്ട് ചെയ്യുകയാണ്. ഇനി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 17-ാം അധ്യായം 28-ാം വാക്യത്തിൽ, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്, അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു സെക്യുലർ കോട്ടാണ് പൗലോസ് ഇവിടെ കൊടുക്കുന്നത്. ഒരു സെക്യുലർ കോട്ടാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ കവിവരന്മാരിൽ, ന്യായപ്രമാണം പറഞ്ഞെന്നോ ബൈബിള് പറഞ്ഞെന്നോ ഒന്നുമല്ല, നിങ്ങളുടെ കവിവരന്മാരിൽ ചിലർ പറഞ്ഞിരിക്കുന്നല്ലോ എന്ന് അദ്ദേഹം ഒരു സെക്യുലർ പോയത്തിൽ നിന്ന് കോട്ട് ചെയ്യുകയാണ്. കണ്ടോ, സെക്യുലർ പോയത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിലെ പ്രഭാഷണത്തിൽ കോട്ട് ചെയ്യുന്നു. ഇനിയും അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അവിടെ വീണ്ടും കോട്ട് ചെയ്യുന്നത് ക്രേത്തരുടെ ഇടയിൽ ഒരു വിദ്വാൻ പറഞ്ഞതാണ്. അതുപോലെ യൂദാസ്ലീഹയും ഇവിടെ ഒരു കോട്ട് ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് അദ്ദേഹം അവിടെ കോട്ട് ചെയ്തിട്ട് ആ ഹാനോക്കിൻ്റെ പ്രവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഹാനോക്കിൻ്റെ പ്രവചനത്തിൽ പറയുന്ന ഇതാണ്: എല്ലാവരെയും ദൈവം ന്യായം വിധിക്കും. ഈസ് ജഡ്ജ് ഫോർ ഓൾ. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെ സകലരെയും ദൈവം എന്തു ചെയ്യും? ന്യായം വിധിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. 2, അഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവർത്തികളും നിമിത്തം. അപ്പോൾ സകലരെയും ന്യായം വിധിക്കും. 2, മനുഷ്യൻ്റെ പ്രവർത്തികളെ ന്യായം വിധിക്കും. 3, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം. അപ്പം പ്രവർത്തികളെ ന്യായം വിധിക്കും, വാക്കുകളെ ന്യായം വിധിക്കും. അത് 1000 വിശുദ്ധന്മാരോടുകൂടെ താൻ വരും. ഈ വിശുദ്ധന്മാരെന്ന് ഒരുപക്ഷെ ഹാനോക്ക് പറഞ്ഞത് ദൂതന്മാരെ കുറിച്ചായിരിക്കാം പറഞ്ഞത്. ഒരുപക്ഷെ മരണം കാണാതെ എടുക്കപ്പെടുന്നതിന് മുൻപേ തനിക്ക് ലഭിച്ച ഒരു ആത്മീക വെളിപ്പാടിലായിരിക്കാം ഹാനോക്ക് അങ്ങനെ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ ആധികാരികമായ ഹാനോക്കിൻ്റെ പുസ്തകത്തിൻ്റെ രേഖകളില്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് ആഴമായി ഇറങ്ങുവാൻ സാധ്യമല്ലല്ലോ. നമ്മൾ അംശമായി അറിയുന്നു, പൂർണ്ണമായി കർത്താവിൻ്റെ രാജ്യത്തിൽ നമുക്ക് അറിയുവാൻ കഴിയും. എന്നാൽ ഹാനോക്കിൻ്റെ പുസ്തകം എന്നുള്ളത് ഒരു ട്രഡീഷണൽ ടെക്സ്റ്റായിരുന്നു. ആ ടെക്സ്റ്റിൽ പറയുന്ന പ്രധാനമായ കാര്യം, ദൈവം എല്ലാവരെയും ന്യായം വിധിക്കും. 2, അവരുടെ പ്രവർത്തികളെ ന്യായം വിധിക്കും. 3, അവരുടെ വാക്കുകളെ ന്യായം വിധിക്കും. ഇത് ന്യായം വിധിക്കുവാൻ തക്കവണ്ണം 1000 വിശുദ്ധന്മാരോടുകൂടി വരും. അത് ആദാമിങ്കൽ നിന്ന് 7-മനായ ഹാനോക്ക് പ്രവചിച്ചു. ആ പ്രവചന നിവൃത്തിക്കായി ലോകം കാത്തിരിക്കുകയാണ്. ഇതാണ് 14-15 വാക്യങ്ങളിൽ പറയുന്ന പ്രവാചകനായ ഹാനോക്ക്. ഇതൊരു അറിവ് പങ്കുവയ്ക്കുന്നു. അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വീണ്ടും യൂദായുടെ പ്രബോധനപരമായ ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. നാളെ നമുക്ക് 16-ാം വാക്യം വായിക്കാം, പഠിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.